എം ടി സക്കറയ ആനന്ദൊക്കെ നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ. ഹ്യൂമർ സ്വതവേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വിഷമാണ്. ആൻഡ് ലോക്കലൈസ്ഡ് ഹ്യൂമർ ലൈക്ക് വീക്കെൻഡ്സ് ഇംപോസിബിൾ. സ്ട്രെയിൻ തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ചിലപ്പോൾ മനസ്സിലാവില്ലല്ലോ എന്താണ് ഓത്തേഴ്സ്. എം ടി സക്കറയ ആനന്ദൊക്കെ നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ. ഇത് ശരിക്കും നിങ്ങൾ ഇത് എന്താണ് നിങ്ങൾ മീൻ ചെയ്തത് ഇങ്ങനെ എഴുതിയത് ചോദിച്ചാൽ വളരെ പേഷ്യൻ്റായിട്ട് പറഞ്ഞു തരും. അങ്ങനെ സഹകരിക്കാത്ത എഴുത്തുകാരുണ്ടോ? സഹചരിക്കാത്തല്ല, ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളവരുണ്ട്. എഴുതിക്കോളൂ എന്ന് പറയും. അവർക്ക് ചിലപ്പോൾ അത്രയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഈ പ്രോസസ്സിൽ. പക്ഷെ റിയലി കമ്മിറ്റഡ് റൈറ്റേഴ്സിന് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവർ നല്ലോണം സഹായിക്കും. വീക്കെൻഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം ഹ്യൂമർ സ്വതവേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വിഷമാണ്. ആൻഡ് ലോക്കലൈസ്ഡ് ഹ്യൂമർ ലൈക്ക് വീക്കെൻഡ്സ് ഇംപോസിബിൾ. സഞ്ജയനൊക്കെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛന് സഞ്ജയൻ. അപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് വർക്ക്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. പക്ഷെ നമുക്ക് പറ്റില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതെ. അതായത് ഇപ്പം ഒരു കാലത്ത് വളരെ തമാശയായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, എഴുതിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പലതും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ സർവൈലൻസിൽ വരുന്നത്. ഞാൻ ആ കാലത്തിലേക്ക് പെട്ടിട്ടില്ല കേട്ടോ. നോട്ട് യെറ്റ്. ഒന്നാമത് ഫിക്ഷൻ അല്ലേ. പൊളിറ്റിക്കൽ നോവൽസ് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഞാൻ. അപ്പോൾ ഐ നെവർ എൻകൗണ്ടേർഡ് ഒരു പ്രോബ്ലം അതിൽ. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അല്ല, അത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനയോ ഇപ്പൊ നമ്മുടെ ഒരു എന്താണ് പറയാ ജാതിയെയോ മതത്തിനെയോ ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ സംഭാഷണങ്ങളിലൂടെ ഒക്കെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നിരിക്കാന്നൊക്കെ വരുമല്ലോ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ എടുത്ത വർക്കില് അത് നേരിടേണ്ടി വന്നാൽ നേരിട്ട് തന്നെ. അങ്ങനത്തെ നോവൽസേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മലയാളത്തിന്റെ വെറ്ററൻസ് ആയിട്ടുള്ള എഴുത്തുകാരെയാണല്ലോ കൂടുതലായിട്ടും അക്കാലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതെ. പുതിയ തലമുറയിൽപ്പെട്ട ആരെയാണ് ശ്രദ്ധിക്കാൻ? ഞാൻ ആരെയും ഒന്നാമത് എനിക്ക് വായിച്ച് പരിചയമില്ല. അതുകൊണ്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല പുതിയ ആൾക്കാരെ. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.